ഈ സർപ്പാരാധനയിലും രഹസ്യ പൂജാവിധികളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സർപ്പത്തിന്റെ ആരാധന എന്ന് പറയുന്നതിന് രണ്ടു വശങ്ങളാണുള്ളത്. മണ്ണാറശാലയിലോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇങ്ങനെ ഉപേക്ഷിച്ചാൽ ആ കുലം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? രാഹു എന്ന് പറഞ്ഞാൽ നാഗദേവതയാണ് എന്നുള്ളതല്ല. രാഹുവിനെ നാഗദേവതമാരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക അങ്ങനെയും പറയുന്നില്ല. പക്ഷേ പാരമ്പര്യ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാരിൽ നിന്ന് ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്ക് ഏതേത് സർപ്പങ്ങളെ ഏതേത് ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടാവും. ഇതല്ലാതെ ആ കാവിനൊക്കെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ആ കാവിൻ്റെ ആരാധനകൾ മാറ്റിയിട്ട് ഇതര ദേവതമാരെ പോലെ എന്ന തരത്തിലേക്ക് കാവെല്ലാം വെട്ടിത്തെളിച്ചിട്ട് മിക്കവാറും ക്ഷേത്രങ്ങൾക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അകത്ത് ആരാധിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങളെക്കാളും പഴക്കം മിക്കവാറും നമ്മുടെ സർപ്പക്കാവുകളിലിരിക്കുന്ന ചിത്രകൂടങ്ങൾക്കും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിഗ്രഹങ്ങൾ ഭീമാകാരമായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ മധ്യ കേരളം മുതൽക്ക് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ മണ്ണാറശാല വെട്ടിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അറയ്ക്കാത്താണ് അവരുടെ പ്രധാന സങ്കല്പം. ആരാധനാ സങ്കല്പം എന്ന് പറഞ്ഞാൽ അറയ്ക്കാത്താണ്. അവരവിടെ രഹസ്യാത്മകമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നുണ്ട്. യോഗാത്മകമായിട്ടുള്ള പദ്ധതികൾക്കൊക്കെ തന്നെയും ഒരു രഹസ്യ സ്വഭാവം കാണാനുണ്ട്. ഈ സർപ്പത്തിന്റെ വിദ്യ പറയുകയാണെങ്കിൽ അത് ഭോഗാത്മകമാണ്, യോഗാത്മകമാണ്. കാര്യം ഒരു സർപ്പരൂപത്തോടു കൂടിയിട്ടാണ് ഈ രണ്ട് ഗ്രഹങ്ങളെയും നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ജ്യോതിഷപരമായിട്ട് നോക്കുന്ന സമയത്ത് രാഹുവിനെ കൊണ്ട് ഉത്തമ സർപ്പങ്ങളെയും കേതുവിനെ കൊണ്ട് അധമ സർപ്പങ്ങളെയും കേതുവിനെയും ഗുളികനെയും കൊണ്ട് അധമ സർപ്പങ്ങളെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സർപ്പാരാധനയെ പറ്റിയും പാരമ്പര്യ വിധാനങ്ങളെ പറ്റിയും പഠനം നടത്തുന്ന താന്ത്രികനും അതേപോലെ തന്നെ ജ്യോതിഷുമായിട്ടുള്ള ശ്രീ അനന്തനാണ്. നമസ്തേ ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഈ നാഗാരാധന ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിധാനമാണ് നാഗാരാധന എന്ന് പറയുന്നത്. കാവുകളെല്ലാം വെട്ടിത്തെളിച്ച് ഇന്ന് ബിൽഡിങ്ങുകളും വീടുകളും ഫാക്ടറികളും ഒക്കെ ആക്കുന്നൊരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു നാഗാരാധന? എങ്ങനെയാണ് നാഗങ്ങളെ പൂജിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഇപ്പം നാഗാരാധന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തിരുത്തുണ്ട്. നാഗാരാധന ഇല്ലാതാവുകയല്ല, മറിച്ച് അത് നാഗ ഉപാസന ചെയ്തിരുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നാഗ ആരാധകരായിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് നാഗാരാധന ഒന്ന് അകന്നു നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മുൻകാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊരു സർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ തന്നെ ആരാധിക്കുന്ന ഒരു രീതിയാണ് മുൻകാലത്ത് ഉണ്ടായിരുന്നത്. എങ്കിൽ ഇന്ന് നമുക്കറിയാൻ പാടില്ലാത്ത ചിലർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ സർപ്പാരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുലവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആചാരവുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് ആളുകൾ വന്ന് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നത്തെ നാഗാരാധനയിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം നാഗാരാധന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്തേക്ക് പഴയ നാഗാരാധനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. ആ നാഗ ആരാധകരിൽ നിന്ന് നാഗാരാധന ഒത്തിരി അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നാഗാരാധനയുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, ഇപ്പോൾ നാഗാരാധന ഇല്ലാതാവുന്നു എന്ന് പറയുന്ന സമയത്ത് ആ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം, പണ്ട് വീടിനകത്ത് വെച്ചിട്ടുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു, അതുപോലെ കാവ് മുതലായിട്ടുള്ള ആരാധനകളുണ്ട്. അപ്പോൾ ഈ കാവ് മുതലായ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ കാവിനൊക്കെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ആ കാവിൻ്റെ ആരാധനകൾ മാറ്റിയിട്ട് സിമെൻറ്റ് ചിത്രകൂടങ്ങളൊക്കെ ആക്കുന്നു. അപ്പോൾ കാവല്ല, ഇതെന്തോ പ്രതിഷ്ഠിച്ച് ആരാധിക്കേണ്ടുന്നൊരു വിധാനമാണ്, അങ്ങനത്തെ ഒരു ദേവതയാണ് ഇതര ദേവതമാരെ പോലെ എന്ന തരത്തിലേക്ക് കാവെല്ലാം വെട്ടിത്തെളിച്ചിട്ട് ഇതിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊത്തിരി പാരിസ്ഥിതികമായിട്ടുള്ള ഒത്തിരി കോട്ടങ്ങളുണ്ട്. അതിൻ്റെ പാരിസ്ഥിതിക കോട്ടങ്ങളെ പറ്റിയിട്ട് ഒത്തിരി ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പാരിസ്ഥിതികമായിട്ട് മാത്രമല്ല, ആചാരപരമായിട്ട് പോലും ഇതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ കാവ് സമ്പ്രദായത്തിൽ നിന്ന് ഒരു സിമെൻറ്റ് ചിത്രകൂടയിൽ ഒരു തറ എന്ന തരത്തിലേക്ക് കാവിനെ പരിപൂർണമായിട്ട് നശിപ്പിച്ചിട്ട് ഒരു പ്രതിഷ്ഠാപനത്തിലേക്ക് വരുന്ന സമയത്ത് ആ പാരമ്പര്യ ആചാരത്തെ അത് വെല്ലുവിളിക്കുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാവുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്? അപ്പോൾ ഈ പൂർവികർ അത്രയും വലിയൊരു ശക്തിയായിരുന്നു ആരാധിച്ചിരുന്നത്. ഈ നാഗാരാധനയ്ക്ക് രണ്ടു വശമുണ്ട്. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് പൂർവികരെ തന്നെയാണ് നാഗമായിട്ട് ആരാധിക്കുന്നതെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കുണ്ടലിനി ശക്തിയാണ് നാഗമായിട്ട് ആരാധിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ ഈ നാഗാരാധന എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ഉപാസനാമൂർത്തി ഉപാസകന്റെ കുണ്ടലിനിയാണ് അല്ലേ. ഇപ്പോൾ നരസിംഹ ഉപാസനയായാലും ശൈവോപാസനയായാലും വൈഷ്ണവ ഉപാസനയായാലും ശരി, ഇതത് ശക്തികളെല്ലാം തന്നെ ആ ഉപാസകന്റെ കുണ്ടലിനി തന്നെയാണ്. അപ്പം അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നാഗവും കുണ്ടലിനിയാണ് എന്ന് മാത്രമല്ല, ആ നാഗത്തിൻ്റെ രൂപം തന്നെ പ്രത്യക്ഷ കുണ്ടലിനി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി സർപ്പാരാധനയെ സമീപിക്കണം എന്ന് പറയാൻ കാര്യം. കുറച്ച് ജാഗ്രത വേണം നമുക്ക്. കാര്യം ഈ സർപ്പത്തിൻ്റെ രൂപം തന്നെ പ്രത്യക്ഷ കുണ്ടലിനി ആയതുകൊണ്ടാണ്. എന്നതിനപ്പുറത്തേക്ക് ഈ കാവ് എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ അപാരമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും സർപ്പക്കാവിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണാറശാലയിലൊക്കെ പോകുന്നവർക്കറിയാം, ലക്ഷക്കണക്കിന് വിഗ്രഹങ്ങളാണ് ആ കാവിലുള്ളത്. ഒരു പക്ഷേ അവിടെ അകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിനേക്കാളും വലിപ്പവും
കുറച്ചുകൂടിയും കൊത്തുപണികളും ഒക്കെയുള്ള വിഗ്രഹങ്ങൾ നമുക്ക് കാവിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ കാവുകൾ ഒഴിപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മിക്കവാറും ക്ഷേത്രങ്ങൾക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അകത്ത് ആരാധിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങളെക്കാളും പഴക്കം മിക്കവാറും നമ്മുടെ സർപ്പക്കാവുകളിലിരിക്കുന്ന ചിത്രകൂടങ്ങൾക്കും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിഗ്രഹങ്ങൾ ഭീമാകാരമായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ മധ്യ കേരളം മുതൽക്ക് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അമ്പലത്തിനകത്ത് പോലും ഇത്ര ലക്ഷണത്തെ വിഗ്രഹം ഉണ്ടാവണമെന്നില്ല, സർപ്പക്കാവിൽ ഇരിക്കുന്ന വിഗ്രഹം. അപ്പം ഇത്തരത്തിൽ ആ കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള രഹസ്യ ആരാധനകൾ നടന്നിട്ടുണ്ട്. സർപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നൂറുംപാലും കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രം ആയിട്ടുണ്ട്. പല ആചാര്യന്മാർ വരെയൊക്കെ കാവിൽ നൂറുംപാലും മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കാവ് എന്ന് പറയുന്നത് രഹസ്യാത്മകമായിട്ടുള്ള പല ആചാരങ്ങളും നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. സർപ്പത്തെ സംബന്ധിച്ചും ഇതര ദേവതമാരെ സംബന്ധിച്ചും. ഈ സർപ്പാരാധനയിലും രഹസ്യ പൂജാവിധികളൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. സർപ്പത്തിൻ്റെ ആരാധന എന്ന് പറയുന്നതിന് രണ്ട് വശങ്ങളാണുള്ളത്. ഒന്ന് സമൂഹമായിട്ടുള്ള ആരാധന. ആ സമൂഹാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ കാവിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള ഒരു ആരാധനയാണ്. ഈ സർപ്പം തുള്ളലിൻ്റെ ഭാഗമായിട്ട് വരും. അല്ല, കാവിൽ ചെയ്യുന്ന പാരമ്പര്യ സമ്പ്രദായത്തിലുള്ള ഒട്ടുമിക്ക പൂജകളും ഒക്കെ തന്നെ ഈ സമൂഹ ആരാധനകളെല്ലാം തന്നെ അതൊരു അത്തരത്തെ ആരാധനയിലേക്കാണ് വരിക. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യാത്മകമായിട്ടുള്ള ആരാധനയാണ്. ഇത് കാവിൽ ചെയ്യുന്നതുകൊണ്ട് വീടിനകത്ത് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ മണ്ണാറശാല വെട്ടിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അറയ്ക്കാത്താണ് അവരുടെ പ്രധാന സങ്കല്പം. ആരാധനാ സങ്കല്പം എന്ന് പറഞ്ഞാൽ അറയ്ക്കാത്താണ്. അവരവിടെ രഹസ്യാത്മകമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നുണ്ട്. ഇത് മണ്ണാറശാലയിലും വെട്ടിക്കോടും മാത്രമുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മുടെ ഭാഗത്തേക്ക് എടുത്ത നിരവധി കുടുംബങ്ങളിൽ വീടിനകത്ത് വെച്ച് നാഗരാജാവ്, അല്ല കരിനാഗേക്ഷി, ഭൂതകാല നാഗേക്ഷി, നാഗകാളി ഇങ്ങനെയൊക്കെയുള്ള ആരാധനാ സങ്കല്പങ്ങളെ നമ്മുടെ വീടിനകത്ത് വെച്ച് ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യാത്മകമാണ്. അവിടുത്തെ കുടുംബത്തിലെ കാരണവരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലർ മാത്രം പങ്കെടുക്കുന്ന തരത്തിലുള്ള ആരാധനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പുലരുമ്പോൾ ഈ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ പകൽ കഴിഞ്ഞ് രാവ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർന്നു വരുമ്പോഴേക്കും തീരുന്ന തരത്തിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി നാഗാരാധന ക്രമത്തിലുണ്ട്. അത് രഹസ്യാത്മകമായിട്ടുള്ളതുകൊണ്ട് സമൂഹ ആരാധനയായിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള വളരെ വലിയൊരു ആരാധനാ പദ്ധതിയുണ്ട് സർപ്പത്തിന്. ഇപ്പോൾ അങ്ങ് പാരമ്പര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സർപ്പാരാധനകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലായൊരു, അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ? പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിസന്ധികൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം പഠനം എന്ന് പറഞ്ഞാൽ സർപ്പാരാധനയെ സംബന്ധിച്ചുള്ള പ്രഥമമായിട്ടുള്ള പഠനം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ വീട്, എൻ്റെ അമ്മയുടെ അച്ഛൻ മുതലായിട്ടുള്ള ആൾക്കാർ, നമുക്ക് എൻ്റെ പൂർവികർ, അവർ ഈ സർപ്പാരാധനയെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ അമ്മ വീട് വയലാറാണ്. അപ്പം അവർ വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമൊക്കെയുള്ള ആൾക്കാരാണ്. എങ്കിൽ പോലും അവർ ആ വാർഷികമായിട്ടുള്ള സർപ്പാരാധന, സർപ്പദേവതമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ കണ്ണൂരുകാരെയൊക്കെ പറ്റി പറയും, അവരൊരു പാർട്ടി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആചാരങ്ങളെ അവർ എപ്പോഴും പിൻപറ്റിയാണ് പോയിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ വയലാർ അല്ലെങ്കിൽ ആലപ്പുഴ വൈക്കംകാരെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തൊരു പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഈ സർപ്പാരാധനയിലേക്ക് വരുമ്പോൾ അതിനകത്തേക്ക് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധയും ജാഗ്രതയൊക്കെ പുലർത്തി അതിൻ്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ലാതെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടുകാരാണ്, നമ്മുടെ വീട്ടിലൊരംഗം എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ ദേവതമാരെയൊക്കെ തന്നെ, പ്രത്യേകിച്ച് സർപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മദൈവം എന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഥമ പഠനം നടന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ പിതൃ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത് തുറവൂര് അടുത്തുള്ള വലിയ വീട് ശ്രീ ഭൂതകാല നാഗേക്ഷി ക്ഷേത്രം എന്നാണ്. ഏകദേശം 1.5 അടി പൊക്കമുള്ള ദാരുമ്പാണ് അവിടെ പ്രതിഷ്ഠ. ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ അല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ക്ഷേത്രമാണ് ഇപ്പോഴും അതെ. അപ്പോൾ ഈ ദാരുമ്പാണ് അവിടെ പ്രതിഷ്ഠ. ഈ ഒരു ഏകദേശം നമുക്കിതിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ പ്രശ്നം വെച്ചിട്ട് 1000-ഓളം പഴക്കം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എത്രത്തോളം പഴക്കമാണ് ഈ വിഗ്രഹത്തിന് അവിടുത്തെ ആരാധനയ്ക്കുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അറിയുന്ന കാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികരാണ് പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതും വളരെ രഹസ്യാത്മകമായിട്ടുള്ള പൂജയാണ്. അപ്പോൾ ഇന്ന് ആ രഹസ്യാത്മകമായിട്ടുള്ള പൂജകൾ പലപ്പോഴും ഇന്ന് സമൂഹത്തിൻ്റെ ഒരു പ്രസൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. എന്നാൽ പോലും ഇപ്പം എൻ്റെ കുടുംബത്തിലെ മാത്രം കാര്യമല്ല, പൊതുവെ കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലെ ആളുകൾ എന്ന് പറയുന്നത് സർപ്പാരാധകരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പം നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു ഒരു കുടുംബത്ത് പറയാണ്, ഇപ്പം ഇത് ശരിക്കും നിങ്ങളാണ് ഇതിൻ്റെ ആരാധന ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ പുറമേ നിന്നൊരാൾ വന്നിട്ടല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആരാധനയല്ല, നിങ്ങൾ മുൻകാലത്ത് ചെയ്തിരുന്നില്ലേ,
അപ്പോൾ ആ ആരാധനയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് ഇതിനോടൊരു വളരെ ഭയമുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ള പ്രതിസന്ധി. അല്ലാതെ ഇപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവരോട് പറയുമ്പോൾ തന്നെ ഇതിൽ രഹസ്യാത്മകം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഇതിനകത്ത് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? ഇതിൻ്റെ ഒരു രഹസ്യാത്മക തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന്? രഹസ്യാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധനയ്ക്ക് എപ്പോഴും രണ്ട് സ്വഭാവമുണ്ട്. ആരാധനകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഭോഗാത്മകമാണ്, ഒന്ന് യോഗാത്മകമാണ്. ഭോഗാത്മകം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ മനുഷ്യൻ എന്ന തരത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന ചുറ്റുപാടുകൾ ഉണ്ടാക്കുക, ഇല്ല അവനവൻ്റെ കാമനകളെ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഭോഗാത്മകം. അത് ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇനി യോഗാത്മകം എന്ന് പറയുന്ന സമയത്ത് അവന് ആത്മീയ അനുഭൂതി ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ അവൻ്റെ മോക്ഷത്തിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പൊതുവേ യോഗാത്മകമായിട്ടുള്ള പദ്ധതികൾക്കൊക്കെ തന്നെയും ഒരു രഹസ്യ സ്വഭാവം കാണാനുണ്ട്. ഈ സർപ്പത്തിൻ്റെ വിദ്യ പറയുകയാണെങ്കിൽ അത് ഭോഗാത്മകമാണ്, യോഗാത്മകമാണ്. കാര്യം ഇത് ആചരിച്ചിരുന്ന കുടുംബങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് വളരെ സമ്പത്തുള്ള കുടുംബങ്ങളാണ് ഇത് ആചരിച്ചുകൊണ്ടിരുന്നത്. സർപ്പത്തിൻ്റെ വിദ്യ കൊണ്ടുനടക്കുന്ന കുടുംബങ്ങളൊക്കെ തന്നെയും വളരെ സമ്പത്തുള്ള കുടുംബങ്ങളായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഭോഗാത്മകത. പിന്നെ ഇത് പലയിടത്തും ഈ ആരാധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിദ്യയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ ഭൂതകാല നാഗേഷിയുടെയൊക്കെ വിദ്യ സ്വർഗാപവർഗ വിദായിനിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഭൂതകാല നാഗേഷിയുടെയൊക്കെ മന്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വർഗം മാത്രമല്ല, നമ്മൾ ഈ വിദ്യയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും. സ്വർഗം മാത്രമാണോ? നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് സ്വർഗം എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കവിടെ കുറച്ച് നാളത്തേക്ക് മാത്രം ചുറ്റിപ്പറ്റി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ് നമുക്ക് സ്വർഗം. ഇനി അപവർഗത്തെയും പ്രദാനം ചെയ്യും. അപവർഗം എന്ന് പറയുന്നത് മോക്ഷമാണ്. അപ്പോൾ മോക്ഷത്തെയും കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെ ഭോഗത്തെയും മോക്ഷത്തെയും കൊടുക്കുന്ന, ഇല്ലെങ്കിൽ മോക്ഷപ്രധാനമാവുന്ന ഒരു വിദ്യയാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് രഹസ്യാത്മക സ്വഭാവമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അറയ്ക്കകത്ത് അടച്ച് ഉപാസകനും ആ ദേവതയും മാത്രം അറിയേണ്ടുന്ന തരത്തിലുള്ള പല ആരാധനാ വിധാനങ്ങളും ഇതിനകത്തേക്കുണ്ട്. ഈ ആളുകളിൽ നിന്ന് നമുക്കൊരു ഒരു അങ്ങനെയല്ല എന്നൊരു എതിരഭിപ്രായം ഉണ്ടാകുന്ന ഒരിക്കലും ഈ രഹസ്യാത്മകതയെ പറ്റി പറയുമ്പോഴല്ല, മറിച്ച് നിങ്ങളാണ് ഇതിനെ ആചരിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ആളുകളുടെ ഉള്ളിൽ വലിയൊരു ഭയം വന്നുപെട്ടിട്ടുണ്ട്. സർപ്പം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മളിൽ നിന്ന് അകന്നിട്ടുള്ള ഒരു സംഭവമാണെന്നും, ഇതിന് വേറെ ആരോ, നമ്മുടെ വീട്ടിലിരിക്കുന്ന സർപ്പത്തെ വേറെ ആരോ വന്ന് പൂജിക്കേണ്ടതാണെന്നും, നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ഒരു ദുരന്തം സംഭവിക്കും എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ മനസ്സിൽ വന്നുപെട്ടിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ വീടിനോട് ചേർന്ന് സർപ്പക്കാവുള്ള ആളുകളാണെങ്കിൽ പോലും ആ പ്രതിഷ്ഠയിലൊന്ന് തൊടാൻ പോലും ഭയക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിചരിക്കാനോ, അയ്യോ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അത് അശുദ്ധിയാകും, അങ്ങനെയുള്ള ചിന്താഗതികളുള്ളതാണ്. അപ്പോൾ സർപ്പങ്ങൾ അങ്ങനെ പെട്ടെന്ന് അശുദ്ധി ആകുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അശുദ്ധിയുള്ള ആളുകളൊന്നും അങ്ങോട്ട് പോകരുത്, സ്ത്രീകളൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അശുദ്ധി സർപ്പങ്ങൾക്കുണ്ടോ? ഇവിടെ അശുദ്ധിയെപ്പറ്റി പറയുന്ന സമയത്ത് ഏതൊരു സമ്പ്രദായവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ശുദ്ധാശുദ്ധ സങ്കല്പങ്ങളെ പാലിച്ചു പോകുന്നതാണ്. അപ്പോൾ സർപ്പാരാധനയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ശുദ്ധാശുദ്ധങ്ങളൊക്കെ ബാധകമാണ്. പിന്നെ നമ്മൾ പറയുന്നത് പ്രത്യക്ഷ കുണ്ടലിനിയാണെന്നുള്ളത് കൊണ്ട് നമ്മളതിനെ ജാഗ്രതയോടുകൂടി സമീപിക്കുകയും വേണം. അതിനപ്പുറത്തേക്ക് ഇത് സർപ്പമാണ്, ജാഗ്രത ആവശ്യമാണ്, ശുദ്ധിയും വൃത്തിയും സാമാന്യന് ആവശ്യമാണ്. എന്നതിനപ്പുറത്തേക്ക് ഇത് സർപ്പമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അന്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് ഒരിക്കലും നമ്മുടെ ഒരു സുഹൃത്തിന് ഈ സർപ്പാരാധനയെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ വീട്ടിൽ സർപ്പക്കാവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആളവിടുത്തെ നാഗരാജാവിൻ്റെ പിണിയാൾ കൂടിയാണ്, നാഗരാജാവിൻ്റെ വെളിപാടുണ്ടാകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ ഈ സർപ്പാരാധനയെ പറ്റിയിട്ടുള്ള പാരമ്പര്യ സമ്പ്രദായം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ആൾക്ക് വീട്ടിൽ കാവുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ കാവിൽ ഇത് ചെയ്യാമെങ്കിൽ മാത്രം ഞാനത് പറഞ്ഞുതരും. നിങ്ങളുടെ വീട്ടിൽ കാവിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രയോഗിക്കുകയും വേണം, അല്ലേ? അത് മറ്റുള്ളവർക്ക് കാണിച്ചും കൊടുക്കണം. എങ്കിൽ മാത്രം ഞാനത് പറഞ്ഞു തരുമെന്ന് അദ്ദേഹത്തോട് പറയണ്ടായി. അപ്പോൾ അദ്ദേഹം വന്ന് പഠിച്ചു. അദ്ദേഹം നല്ലൊരു ഗുരുഭക്തിയോടുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാവിൽ ഇത് ചെയ്യാനായിട്ട് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പം ഇദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പം ആ ഭാഗത്തുള്ള കാവുകളിൽ പൂജിക്കുന്നത് എംബ്രാൻ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള, അതായത് ബ്രാഹ്മണന്മാർ തന്നെയായിട്ടുള്ള എംബ്രാന്തിരി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ ഭാഗങ്ങളിലുള്ള കാവുകളിലൊക്കെ തന്നെ പൂജിക്കുന്നത്. എന്നാൽ ഇവരുടെ കാവിൽ ബ്രാഹ്മണൻ നമ്പൂതിരി തന്നെ വേണം പൂജിക്കാനെന്നൊരു ജ്യോത്സ്യൻ എഴുതി കൊടുത്തത്. നമ്പൂതിരി പൂജ തന്നെ ഈ കാവിൽ വേണം എന്ന് മുൻകാലം തൊട്ടേ അവർക്കൊരു നിഷ്ഠയുണ്ട്. ജ്യോതിഷന്മാരും തന്നെ ശരിവെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പോരാ, ഇപ്പോൾ പലപ്പോഴും ഇവരുടെ വീട്ടിൽ ഈ സർപ്പാരാധനയെ സംബന്ധിച്ചൊക്കെ പ്രശ്നം വെക്കുന്ന സമയത്ത് സർപ്പങ്ങൾക്ക് തൃപ്തി പോരാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂജിച്ച് കഴിഞ്ഞാൽ തൃപ്തിയാവും. അപ്പം നമ്മൾ നമ്മുടെ കുട്ടീനെ നോക്കുന്നത് പോലെ മറ്റൊരാൾ വന്ന് നോക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ച് അറിഞ്ഞ് ആചരിച്ച് ആ സർപ്പങ്ങൾക്ക് വേണ്ടുന്ന വിധം ഈ വിധാനത്തെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് ആദ്യം ധൈര്യം പോരാ. അപ്പോൾ നമ്മൾ ധൈര്യം കൊടുത്തതിൻ്റെ പേർക്ക് ആളത് ചെയ്യാനായിട്ട് തയ്യാറായി. അതിനുശേഷം ആളുകളുടെ വീട്ടിൽ നിന്നൊരു എതിർപ്പുണ്ടായി.
അപ്പോൾ ഇതിനകത്ത് ജാതീയമായിട്ടുള്ള കുറേ അധിക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി വെച്ചാൽ അവരുടെ തന്നെ സ്വസമുദായത്തിൽപ്പെടുന്ന ആളുകൾ ചോദിച്ചു നായർ എന്നാണ് നമ്പൂതിരി ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം കാവിൽ പൂജിക്കുന്നെങ്കിൽ അത് നമ്പൂതിരി ആയിരിക്കണം, നായർ കാവിൽ പൂജിക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അധിക്ഷേപമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പക്ഷെ അദ്ദേഹം അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പൂജിച്ചു. വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പൂജിച്ചതിൻ്റെ പേർക്ക് ആ പൂജയ്ക്ക് കുറേ നാളത്തെ പൂജയ്ക്ക് വരാതിരുന്ന ആളുകൾ പോലും അവരുടെ പരിസരത്തും അവരുടെ കുടുംബക്കാരുടെ അടക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ആ കാവിൽ അത് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ സർപ്പങ്ങൾക്ക് പ്രസാദമായി. പിന്നീട് നോക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെയും സർപ്പങ്ങൾക്ക് സംതൃപ്തിയായി, സർപ്പങ്ങൾ പ്രീതരായെന്ന് കാണുകയും അതുപോലെ തന്നെ അവരുടെ വീടിനും അതിന് അനുഗുണമായിട്ടുള്ള തരത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്ത സമയത്ത് ഈ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിത് സർപ്പത്തെ നമ്മൾ കൃത്യമായിട്ട് ആചരിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഭോഗവും മോക്ഷവും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു വിദ്യ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാരണവന്മാർ സർപ്പത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ആചരിച്ചുകൊണ്ടിരുന്നത്. ഒരു ധർമ്മദൈവ സ്ഥാനം ഇല്ലെങ്കിൽ തറവാട് എന്ന് പറയുന്നതേ സർപ്പക്കാവിനോട് ചേർന്നിട്ടുള്ളതാണല്ലോ നമ്മുടെ സങ്കല്പം തന്നെ. അതെ. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഒരു ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇടയിൽ വെച്ച് ഒരാൾ പറഞ്ഞതാണ്, അപ്പോൾ നമ്മുടെ ധർമ്മദൈവമാണ്, ഇപ്പോൾ നാഗമാണെങ്കിലും ആരാണെങ്കിലും ഇതിനെ നമ്മൾ ഇപ്പോൾ പല വീടുകളിലും ഇതിനെ ഉപാസിക്കാനോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാനോ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വസ്തു വിറ്റ് പോകാത്തതുകൊണ്ട് അപ്പോൾ ഇതിനെ എല്ലാം ഒഴിപ്പിക്കണമല്ലോ. അപ്പോൾ ഇതിനെ എല്ലാം ആവാഹിച്ച് അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയെല്ലാം കൊണ്ടുവന്ന് മണ്ണാറശാലയിലോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നൊരു സ്ഥിതിയുണ്ട്. ഇങ്ങനെ ഉപേക്ഷിച്ചാൽ ആ കുലം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? സർപ്പം എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിട്ട് മാത്രം ഒഴിപ്പിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോൾ വലിയ യോഗീശ്വരന്മാരൊക്കെ വന്ന് അവരുടെ തപശക്തി കൊണ്ട് പലയിടങ്ങളിലും ഈ സർപ്പാരാധന മാറ്റിവെച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഇല്ലത്തു നിന്നൊക്കെ വന്നിട്ട് സർപ്പത്തെ ഒഴിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉപാസകന്മാർ വന്നിട്ട് ഏതെങ്കിലും ശാന്തിക്കാർ വന്നിട്ടൊക്കെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പിൽക്കാല അനുഭവങ്ങൾ നമ്മളെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സർപ്പാരാധന നടത്തുന്ന ഇല്ലത്തു നിന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് സർപ്പത്തെ ഒഴിപ്പിച്ചു കൊണ്ടുപോവാണ്. ഏകദേശം ഒരു 10-12 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അവർ ആ ഒഴിപ്പിച്ച് കൊണ്ടുപോയെടുത്ത് ഈ വീട്ടുകാർ പോവുകയും അതിനൊക്കെ വഴിപാടുകളൊക്കെ അവർ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകദേശം ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ 2 പെൺകുട്ടികളും അച്ഛനും അമ്മയും 2 പെൺകുട്ടികളും അവിടെ താമസിക്കുന്നത്. അപ്പം ആ വീട്ടിലെ ആ അച്ഛനും 2 പെൺമക്കൾക്കും ഇതുപോലെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ആവേശിക്കുന്നത് പോലത്തെ ഒരു കാര്യം ഉണ്ടാവുകയുണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ തുള്ളുക, ഇവർ നാഗരാജാവ് നാഗീക്ഷ എന്ന് പറയുക, അവിടുത്തെ ഗുരു സങ്കല്പത്തിലുള്ള ആളാണെന്ന് പറയുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് രണ്ടാമത് പ്രതിഷ്ഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പം നോക്കുന്ന സമയത്ത് ഈ സർപ്പങ്ങൾ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അപ്പം അങ്ങനെ ഒരു 100 ഉദാഹരണം നമുക്ക് കാണിക്കാൻ, 100 അല്ലെങ്കിലേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ സർപ്പത്തെ ആവാഹിച്ച് കൊണ്ടുപോയി, ഇല്ല ധർമ്മദൈവത്തെ സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ധർമ്മദൈവത്തെയൊക്കെ ആവാഹിച്ച് കൊണ്ടുപോയി വല്ലയിടത്തും കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ പോലും ആ സ്ഥലത്ത് അതിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും കാണാറുണ്ട്. അങ്ങനെ എങ്ങോട്ടും ആവാഹിച്ച് പോകുന്ന ഒരു സംഭവം അല്ല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. എന്നാൽ പറയുമ്പോൾ 2 കാര്യം പറയണം. മുൻകാലത്ത് പല യോഗീശ്വരന്മാരും ഇതിനെ അവരുടെ തപശക്തി കൊണ്ട് പല സിദ്ധയോഗീശ്വരന്മാരും ഇതിനെ മാറ്റിയിരിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു ശിവത്വത്തിലേക്ക് ഇതിനെ ലയിപ്പിക്കുകയായിരിക്കും. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളതല്ല. ഇനി നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും ആ ഭൂമിയിൽ നിന്ന് ഈ സർപ്പത്തെ മാറ്റിയിരുത്തി, അല്ലെങ്കിൽ ബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും, ആ ചൈതന്യത്തെ നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തിയാൽ പോലും ആ കുടുംബാംഗങ്ങൾക്ക് വളരെ ദുരിതമാണ് കാണുന്നത്. അതാണല്ലോ ഇപ്പം നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം ഒഴിയണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ലെങ്കിൽ വല്ല മെച്ചമുണ്ടോ? അപ്പോൾ ഈ സർപ്പത്തെ അവിടുന്ന് ആവാഹിച്ച് മാറ്റിയ, ഇല്ല ധർമ്മദൈവത്തെ അവിടുന്ന് ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം അന്യം നിന്ന് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ സർപ്പാരാധന എല്ലാവരും ഭയത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ മറ്റൊരു കാര്യം ഈ സർപ്പദോഷമാണ്. ഇന്ന് ഏത് ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സർപ്പദോഷമാണ്, സർപ്പദോഷമുണ്ട്, സർപ്പബാധയുണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ അതേപോലെ തന്നെ പല ആളുകൾക്കും സ്കിൻ ഡിസീസുകൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ സർപ്പദോഷമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം എന്തുകൊണ്ടായിരിക്കും? ഈ സർപ്പം അല്ലെങ്കിൽ സർപ്പത്തെ ആരാധിക്കുന്ന രീതി എന്ന് പറയുന്നത് സർപ്പദോഷം മാറാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ തന്നെ ഇന്ന് സമൂഹത്തിലുണ്ട്. അതായത് സർപ്പത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സർപ്പക്കാവിൽ പോയിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സർപ്പദോഷം മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സർപ്പദോഷം എന്ന് പറയുന്നൊരു കാര്യം ആളുകളുടെ ഉള്ളിൽ കുറേയൊക്കെ ഇങ്ങനെ രൂഢമൂലമായി കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു തറവാടുണ്ട്, ആ തറവാടിൽ കാവുണ്ട്. എന്തായാലും ആ തറവാട്ടിലെ നാഗസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, നാഗസ്ഥാനത്തിലെ ധർമ്മദൈവസ്ഥാനം ആയിക്കോട്ടെ, കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് പണ്ടത്തെ അത്രയും നന്നായിട്ടൊന്നും ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടാവില്ല.
അപ്പോൾ പൊതുവെ സർപ്പദോഷം എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് അങ്ങോട്ട് രൂഢമൂലമായിട്ടുണ്ട്. സർപ്പം എന്ന് പറഞ്ഞാൽ ദോഷം ഉണ്ടാക്കുന്ന എന്തോ ഒരു പ്രത്യേകതരം ദൈവമാണ്, ഇല്ല ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് സർപ്പത്തെ ആരാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. പിന്നെ സർപ്പദോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം വയ്ക്കുന്ന സമയത്താണെങ്കിൽ തന്നെയും ഈ ജ്യോതിഷ നിയമങ്ങൾ പ്രകാരം ഇപ്പോൾ വൃക്ഷങ്ങൾ വെട്ടി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാവ് നശിപ്പിച്ചു, കാവ് അശുദ്ധിയാക്കി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ഒരു വൃക്ഷം നശിപ്പിച്ച ഒരു ലക്ഷണം നമുക്ക് പ്രശ്നത്തിൽ കാണാനുണ്ട്. നിങ്ങൾ വൃക്ഷം നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വൃക്ഷം നശിപ്പിച്ചതായിട്ട് വ്യക്തികൾക്ക് പറയാനുണ്ടാവില്ല. മേ ബി പൂർവികർ ചെയ്തെന്ന് പറയാൻ പറ്റും. അപ്പോൾ പൂർവികരുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും സർപ്പദോഷം പറഞ്ഞ കാര്യം പൂർവികരുടെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം എന്ന് പറയുന്നതേ സർപ്പക്കാവിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സർപ്പദോഷം എന്ന് പറയുന്നത് ഭൂരിഭാഗവും അവനവൻ്റെ മാതാപിതാക്കളുടെ അതൃപ്തി കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളും ഗുരുശാപം കൊണ്ടുണ്ടാവുന്നതും പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കർമ്മഫലങ്ങൾ കൊണ്ടുണ്ടാവുന്നതുമാണ്. ഇപ്പം നമ്മൾ ചില ഗുരുപദേശം ഇല്ലാണ്ടൊക്കെ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ശക്തി അത് അത്ര നന്നല്ലാത്ത രീതിയിലൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ സർപ്പദോഷമായിട്ട് പരിണമിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു സർപ്പം പ്രത്യക്ഷ കുണ്ടലിനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുണ്ടലിനി ഉണ്ടാവുന്ന ചില വൈകല്യങ്ങളെ നമ്മൾ സർപ്പദോഷമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം, അതായത് ഏത് ദേവതയുടെ മന്ത്രമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലാണെങ്കിൽ അത് സർപ്പദോഷമായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ചില മന്ത്രങ്ങൾക്ക് ഗുരുപദേശം മാത്രം പോരാ, കൃത്യമായിട്ടുള്ള പരിശീലനം വേണം. ചില മന്ത്രങ്ങളുടെ ബീജമന്ത്രങ്ങളൊക്കെ ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഭക്തിയാണ്, എല്ലാം ഈശ്വരനല്ലേ, ഈശ്വരൻ്റെ നാമമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മന്ത്രങ്ങളും ഭക്തി കൊണ്ട് ജപിക്കാൻ പറ്റുന്ന പല നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ മന്ത്രങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ചിലതിന് ഗുരുപദേശം നിർബന്ധമാണ്, ചിലതിന് ഗുരുപദേശം മാത്രം പോരാ, ഗുരുവിൻ്റെ അടുത്ത് നിന്നുള്ള പരിശീലനം ആവശ്യമാണ്. അപ്പോൾ ചില ആത്മീയമായിട്ടുള്ള സാധനങ്ങളിലൂടെയൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു അടുക്കും ചിട്ടയില്ലാതൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തരത്തിൽ സർപ്പദോഷമാണ്. പിന്നെ സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ത്വക്ക് രോഗത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, ഇല്ല ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ സർപ്പദോഷമൊക്കെ വന്നാൽ വലിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താന വിഷയങ്ങളൊക്കെ സർപ്പദോഷം വളരെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും പരിസ്ഥിതിയിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു. സർപ്പത്തെ എന്തുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാധിക്കുന്നത്? അപ്പോൾ പരിസ്ഥിതിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളെ സർപ്പദോഷത്തിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് സർപ്പദോഷമുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണോ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഏകദേശം അതുപോലുള്ള ദുരന്തങ്ങളൊക്കെ തന്നെയും പരിസ്ഥിതിക്ക് മലിനപ്പെടുമ്പോൾ, പരിസ്ഥിതി നശിക്കുമ്പോഴും നമുക്കുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൊന്നതോ അല്ലെങ്കിൽ കാവ് നശിപ്പിച്ചതോ ആയിട്ടുള്ള ദോഷം മാത്രമല്ല, ഈ ആരാധന മുടങ്ങിയാൽ ദോഷം ഉണ്ടാവാം, അച്ഛനമ്മമാരുടെ താപം ഉണ്ടെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവാം, അതുപോലെ തന്നെ ഗുരുശാപം, ഇതുപോലെ ഈ മന്ത്രദോഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർപ്പദോഷമായിട്ട് തന്നെ അത് കാണിക്കാറുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പം രാഹുവാണ് സർപ്പത്തിൻ്റെ ദേവതയായിട്ട് പലപ്പോഴും പറയുന്നത്. അപ്പം രാഹുവിന് ദോഷമുണ്ടെങ്കിൽ സർപ്പദോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? രാഹു എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷത്തിലൊരു ഛായാഗ്രഹമാണ്. അപ്പോൾ ഇതിന് രാഹു കേതുക്കൾ ഒന്ന് തലയും ഒന്ന് വാലുമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒരു സർപ്പരൂപത്തോടു കൂടിയിട്ടാണ് ഈ രണ്ട് ഗ്രഹങ്ങളെയും നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ജ്യോതിഷപരമായിട്ട് നോക്കുന്ന സമയത്ത് രാഹുവിനെ കൊണ്ട് ഉത്തമ സർപ്പങ്ങളെയും കേതുവിനെ കൊണ്ട് അധമ സർപ്പങ്ങളെ, കേതുവിനെയും ഗുളികനെയും കൊണ്ട് അധമ സർപ്പങ്ങളെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ രാഹു സർപ്പമാണെന്ന് ചോദിച്ചാൽ രാഹു ഒരു സർപ്പദേവതയൊന്നുമല്ല. പക്ഷേ ജ്യോതിഷപരമായിട്ട് നമ്മൾ ഓരോ ഗ്രഹങ്ങളെയും ഓരോ ദേവതമാരുമായിട്ട് നമ്മൾ സാമ്യം കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രഹത്തിൻ്റെ ഉള്ള കാരകത്വങ്ങളിൽ ഇന്ന ദേവതമാരും വരുന്നുണ്ട്. ഇപ്പോൾ ആദിത്യനെ കൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ശിവനാണ്, അച്ഛൻ്റെ കാരകത്തുള്ള ഗ്രഹമാണ് ആദിത്യൻ. അപ്പോൾ അത് പ്രപഞ്ചപിതാവായിട്ടുള്ള പരമേശ്വരനെ നമ്മൾ ആ ആദിത്യനുമായിട്ട് നമ്മൾ സാമ്യപ്പെടുന്നു. അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആദിത്യൻ തന്നെയാണ്, ശിവൻ തന്നെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ മാതാവായിരിക്കുന്ന ചന്ദ്രനെ നമ്മൾ ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾ നമ്മൾ പറയാറുണ്ട്. ചൊവ്വ അത് പുരുഷരാശി നിൽക്കുന്നത് സുബ്രഹ്മണ്യനാണെന്നും സ്ത്രീരാശിയാണെങ്കിൽ ഭദ്രകാളിയാണെന്നും അങ്ങനെ ഓരോരോ ഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന സമയത്ത് രാഹു എന്ന് പറഞ്ഞാൽ നാഗദേവതയാണ് എന്നുള്ളതല്ല. രാഹുവിനെ നാഗദേവതമാരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക അങ്ങനെയും പറയുന്നില്ല. പക്ഷേ നാഗദേവതമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു. രാഹുവിനെ ഉപയോഗിക്കാറുണ്ട്, കേതുവിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി അങ്ങനെയല്ല, നവഗ്രഹങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സൂര്യൻ മുതലായിരിക്കുന്ന നവഗ്രഹങ്ങളെ കൊണ്ടൊക്കെ തന്നെയും ഓരോരോ ജാതിയിലുള്ള സർപ്പങ്ങളെ ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ അത് പ്രശ്നമാർഗത്തിൽ കാണണമെന്നില്ല. പക്ഷെ നമ്മൾ പാരമ്പര്യ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാരിൽ നിന്ന് ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്ക് ഏതേത് സർപ്പങ്ങളെ ഏതേത് ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടാവും. ഇനി അതല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നു ചില ക്ഷേത്രങ്ങളിലൊക്കെ രാഹുവിന് പത്മയിട്ട് പൂജ എന്ന് പറയാറുണ്ട്. ഈ രാഹുവിന് പത്മയിട്ട് പൂജ എന്ന് പറയുന്നത് നമ്മൾ സ്ഥലത്ത് നിന്ന് രക്ഷസിനൊക്കെ പത്മയിടുന്നത് പോലെ സ്ഥലത്ത് നിന്ന് മണ്ണ് വാരി കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് ആ മണ്ണ് വിരിച്ച് സ്വസ്തിക ഇട്ടിട്ട് സർപ്പപൂജ കഴിക്കുന്ന ഒരു വിധാനമാണ്. അത് പ്രാദേശികമായിട്ടുള്ളതാണ്. കേരളത്തിൽ എല്ലായിടത്തും രാഹുപൂജ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയിലുള്ള സർപ്പത്തിൻ്റെ പൂജയാവണം എന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ രാഹുപൂജ എന്ന് പറഞ്ഞാൽ രാഹുവിന് പത്മയിട്ട് പൂജ കഴിക്കുക, സ്ഥലത്തുനിന്ന് മണ്ണ് വാരിക്കൊണ്ടുപോയി അത് നിരത്തി പത്മയിട്ട് പൂജ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലസംബന്ധിയായിട്ടുള്ള സർപ്പത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സർപ്പപൂജ തന്നെയാണ് അവിടെ രാഹുപൂജ എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ലാതെ ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ താന്ത്രികമായിട്ട് രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് പ്രത്യേകം പൂജാവിധാനങ്ങളും ധ്യാനവും ആരാധനാ പദ്ധതിയും ഇഷ്ടനിവേദ്യവും ഇഷ്ടപുഷ്പങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഒരു പദ്ധതി, പൂജാ പദ്ധതി രാഹുവിന് തന്നെ അത് വേറെയുണ്ട്.